പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യാക്കോബ് 2-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? ഇത് നമ്മളൊക്കെ പലപ്പോഴായി നമ്മൾ ഇപ്രകാരം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ അനുഭവിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലേക്കാണെങ്കിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു VIP വന്നു കഴിഞ്ഞാൽ അതിഥേയൻ നമ്മളോട് യാത്ര പോലും പറയാതെ പെട്ടെന്ന് ചിലപ്പോൾ ആ VIPയുടെ പുറകെ പോകും. അപ്പം നമ്മൾ അപമാനിക്കപ്പെട്ട പോലെ നമുക്ക് തോന്നും. ഇത് നമ്മളും ഇതുപോലെ ചെയ്യാറുണ്ട്. നമ്മളൊരാളായിട്ട് എനിക്ക് പറ്റാറുണ്ട്. ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനേക്കാൾ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ അതിനേക്കാൾ പദവിയുള്ള ഒരാൾ വരുമ്പോൾ ഇയാളെ പെട്ടെന്ന് നമ്മൾ അവോയ്ഡ് ചെയ്ത് മറ്റേ ആൾക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വൈകല്യമെന്ന് തന്നെ പറയാം എനിക്കുമുണ്ട്. പക്ഷെ അതൊക്കെ കുറേയൊക്കെ നമ്മൾ അത് നികത്തി ഇമ്പ്രൂവായി വരികയാണ് ഈ വചനം വായിച്ചതിന് ശേഷം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് കുടുംബ യൂണിറ്റിനൊക്കെ പോയി ഇപ്പോൾ 2 സിസ്റ്റേഴ്സിന് കുറച്ച് നാളായി പറയുന്നു നമ്മുടെ വീട്ടിലേക്ക് വരണം. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് അടുത്ത വീട്ടിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് അടുത്തുള്ള അപ്പുറത്തെ വീട്ടിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിച്ച് ഇവരവിടെ എത്തിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ച് വിടുകയാണ്. അത് കഴിഞ്ഞ് ആൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പെട്ടെന്ന് വന്നേ? സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ ആ വീട്ടുകാർ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ആ വീട്ടുകാർ ഞാനെന്ന വ്യക്തി ഉള്ളതായിട്ട് പോലും നടിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ആക്കി അപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. വളരെ വേദനയോടുകൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഈ സമ്പന്നരെയും ദരിദ്രരെയുമൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ വിവേചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. 3 പേര് കൂടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അച്ഛൻ വന്ന് 2 പേർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. 3-ാമത്തെ ആളുടെ മുഖത്തോട്ട് പോലും നോക്കാതെ പോകും. അത് അച്ഛൻ വളരെ അച്ഛൻ്റെ രീതിയാണത്. അവനോടുള്ള അമർഷം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. അച്ഛൻ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് അവർക്കൊരു പാഠം പഠിപ്പിക്കുന്നതെന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായ നാം ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലൊക്കെ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ, ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ, ക്രിസ്തു മനോഭാവം അറിഞ്ഞ നമ്മൾ
നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ് പോകരുത്. നമ്മളെല്ലാവരെയും ഒരുപോലെ വേണം കാണാൻ. ഈ ലോകം അങ്ങനെയല്ല. നമ്മളിത്തിരി മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് കളയും. വേണ്ട പരിഗണന നമുക്ക് ലഭിക്കുകയില്ല. അതേസമയം നമ്മളൊരു നല്ല വേഷമൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മളോടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ വ്യത്യസ്തമായിരിക്കും. അത് പള്ളിയിലൊന്നും മാത്രമൊന്നുമല്ല, എവിടെ പോയാലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ധനാഢ്യൻ്റെ വീട്ടിൽ ഒരു മരണമൊക്കെ നടക്കുകയാണെങ്കിൽ കണ്ടമാനം ആളുകളവിടെ വരും. റീത്ത് വെക്കലും ബഹളവും VIP MLA എല്ലാം വരും. ഒരു ദരിദ്രൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഉണ്ടാവുകയില്ല. ഫ്ലെക്സ് പോലും ഒരു ഫ്ലെക്സ് അടിക്കാൻ പോലും ആരും ഉണ്ടാവുകയില്ല. അപ്പം ഇത് ലോകത്തിൻ്റെ നിയമമാണ്. നമ്മൾ ലോകത്തിൻ്റേതല്ല. ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല. നമ്മൾ ഇപ്രകാരം പ്രവർത്തിക്കരുത്. നമ്മൾ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. അത് നമ്മൾ ശീലിക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. നമ്മളൊരു ദരിദ്രൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പൂർണ്ണമായ അറ്റൻഷൻ അവന് കൊടുക്കണം. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവനും എന്നുള്ള ബോധ്യത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണമായ അറ്റൻഷനോടുകൂടെ നമ്മൾ അവനോട് സംസാരിക്കണം. അവനോടുള്ള സംസാരം കഴിഞ്ഞിട്ട് അടുത്ത ആളെ നമ്മൾ പരിഗണിക്കാവൂ. എന്നെ പഠിപ്പിച്ച ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ മരിച്ചു, ഫാദർ അഹ്റോൻ. അച്ഛൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇത്. പക്ഷെ അച്ഛൻ ഇതുമൂലം വളരെ ശത്രുക്കളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ ആരുടെ അടുത്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംസാരിച്ച് കഴിഞ്ഞിട്ടേ അടുത്ത ആളുടെ അടുത്തേക്ക് അച്ഛൻ പോവുകയുള്ളൂ. അടുത്ത ആൾ എത്ര വലിയ VIP ആണെങ്കിലും ശരി, ഇത് ലോജിക്കലായിട്ട് എൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അച്ഛൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോവുകയുള്ളൂ. മദർ തെരേസയ്ക്കും ഇതേ ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. മദർ തെരേസ ഒരു തെരുവ് യാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അവിടെ വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടേ അടുത്ത ആൾക്കുള്ള അറ്റൻഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് ഇല്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായ അറ്റൻഷൻ ആ ആൾക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക്. അപ്പം ഇങ്ങനെയുള്ള ഈ ധനാഢ്യനും ദരിദ്രനും പദവിയുള്ളവൻ പദവിയില്ലാത്തവൻ, നല്ല വേഷം ധരിച്ചവൻ ചീത്ത വേഷം ധരിച്ചവൻ, വലിയ കാറിൽ വരുന്നവൻ നടന്നു വരുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള വകതിരിവുകൾ വെറുതെ പൊങ്ങച്ചവും ചാബല്യങ്ങളുമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. നമ്മളൊക്കെ ഇതിനൊക്കെ അതീതമായി നമ്മൾ പ്രവർത്തിക്കണം. നമ്മളിലൂടെ ക്രിസ്തു മനോഭാവം മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കണം. ലോകം ചിലപ്പോൾ നമ്മെ ദ്വേഷിക്കും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സന്തോഷിക്കുവിൻ, കാരണം നമ്മൾ ക്രിസ്തു മാർഗത്തിലാണ്. ക്രിസ്തു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. We are noted. We are the dear children of Jesus Christ എന്നുള്ള വസ്തുതയിൽ സന്തോഷിക്കുവാൻ. പരിശുദ്ധാരൂപി നമ്മിൽ വസിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവാൻ. ഈ ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോൾ അത് പ്രൂഫാണ്. ക്രിസ്തുവിനെ പ്രതി ഈ ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവരെയും തുല്യരായി കാണാം. ആ വിധവയുടെ ചില്ലിക്കാശൊക്കെ കർത്താവ് പറഞ്ഞു ഓർക്കണില്ലേ? ഒന്നുമില്ലാത്തടത്തിരുന്നിട്ടാണ് ദാനം ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വർഗത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ അവർക്കാണ് കൂടുതൽ മഹിമ, ആ ധനാഢ്യനും ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക്
എല്ലാ മനുഷ്യ മക്കളെയും തുല്യരായി കണ്ട് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, അനുകമ്പയോടെ, ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്ത് എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചം പരത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.